ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളൊരു എപ്പിസോഡിലാണ് പോകുന്നത്. ഒരു സ്ത്രീ വന്നിരുന്നിട്ട് കുറച്ച് വളിച്ച കോമഡി പറയുന്നത് ഞാൻ കണ്ടു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജിമ്മന്മാരെ കുറിച്ചും ജിമ്മിൽ പോകുന്ന ആൾക്കാരെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു കോമഡിയാണ് അവതരിപ്പിക്കുന്നത്, പക്ഷേ കണ്ടിട്ട് എനിക്ക് കോമഡി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആ കോമഡി, വളിച്ച കോമഡി കണ്ടിട്ട് ചിരിക്കാൻ കുറേ അവതാരകരും അതുപോലെ ആങ്കറിങ് ചെയ്യുന്ന കാർത്തിക് സൂര്യയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ വലിയ കോമഡി ആയിട്ടാണ് ഇത് അവർക്കൊക്കെ തോന്നിയത്. അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കാണാത്ത ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. വിഷ്വൽ ഞാൻ ഇവിടെ വെക്കുന്നില്ല, ചിലപ്പോൾ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ ചേച്ചിയെ നമുക്കറിയത്തില്ലല്ലോ. ചേച്ചി വേറെ ഏതോ നാട്ടിലുള്ള വേറെ ഏതോ യുഗത്തിലെങ്ങാണ്ട് ജീവിക്കുന്ന ചേച്ചിയാണ്. എനിക്ക് തോന്നുന്നു ഈ ചേച്ചി ഉണ്ടല്ലോ 80 കാലഘട്ടത്തിൽ ജനിക്കേണ്ട ചേച്ചിയായിരുന്നു. കാരണം ഈ ഒരു 2024-25 കാലഘട്ടത്തിലൊന്നും ഈ ചേച്ചി ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കേണ്ട ചേച്ചിയല്ല. പണ്ട് ഒരു 90 വർഷത്തിന് മുമ്പ് ജനിക്കേണ്ട ചേച്ചിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഇന്നത്തെ ഒരു കാലത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വളിച്ച കുറേ കോമഡികൾ അടിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോകാനൊരു മനസ്സ് ഈ ചേച്ചിക്ക് ഉണ്ടായത്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കുക, അത് ചേച്ചി പറയുന്നത് കേട്ടോ. മാറ്റി നിർത്താൻ ഈ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കൂട്ടരുണ്ട്, ജിമ്മന്മാര്. അത്ര വെട്ടിയില്ലാതെ നമ്മുടെ KNK ഇല്ലാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഓരോ ന്യൂട്രീഷൻ 25 മുട്ട ഇരവെള്ളം, ബദാം, പിസ്ത, കാജു, മറ്റേ പ്രോട്ടീൻ പൗഡർ കൊണ്ട് കിണ്ടിയ ഉപ്പുമാവ്, ഇതെല്ലാം കൂടെ കയറ്റിയിട്ട് ഹൈഡ്രജൻ ഊതി വീർപ്പിച്ച വെലൂണ് പോലെ വീങ്ങി വീങ്ങി ഒരു വരക്കുണ്ട്. വെടിക്കെട്ട് ചേട്ടാ, സത്യം പറഞ്ഞ എതിരെ ഒരു പട്ടി വന്നാ ഇവന്മാർക്ക് കുനിഞ്ഞൊരു കല്ലെടുത്തെറിയാൻ പറ്റും. എന്തിനു സ്വന്തം തുട തട്ടിയിട്ട് ഇവന്മാർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ആകെ ഉള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ പട്ടി കടിയേറ്റ് ജില്ലാശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ഞരമ്പന്വേഷിച്ച് നടക്കണ്ട. ഗൂഗിൾ മാപ്പ് പോലെ തെളിഞ്ഞ് നീലിച്ചങ്ങ് കിടക്കുകയല്ലേ. ഓ, വലിയ കോമഡി ആയിരുന്നു ചേച്ചിയുടെ. അത് കണ്ടിട്ട് പൊട്ടി ഇളിക്കാനുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കാർത്തിക് സൂര്യ ഉണ്ട്, പിന്നെ അവിടെ ഇരിക്കുന്ന മറ്റേ അവതാരക 2-3 പേരുണ്ടല്ലോ, അവർ മാത്രമേ ഇത് കണ്ടിട്ട് ചിരിക്കുന്നുള്ളൂ. ഇത് കണ്ട നമുക്കൊന്നും ചിരി വരുന്നില്ല കേട്ടോ. എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇത്രയും പബ്ലിക്കിൽ ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു ഷോയിൽ വന്നിരുന്നിട്ട് നക്കാപ്പിച്ച ഉലോയ്ക്ക് വേണ്ടിയിട്ട് ജിമ്മിൽ പോയി ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അവരെ ബോഡി, അവരെ ശരീരം സംരക്ഷിക്കാനും അതുപോലെ ബോഡി സെറ്റാക്കാനും വേണ്ടിയിട്ട് നടക്കുന്ന കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതാണോ നിങ്ങളെ കോമഡി? ഇത് എവിടുത്തെ ഇത് കേട്ടിട്ട് നമുക്കൊന്നും ചിരി വരുന്നില്ല കേട്ടോ. പണ്ട് ജിമ്മിൽ പോകുന്നത് എന്തോ വലിയ മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി, ഇന്ന് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി. കാരണം ജിമ്മിൽ പോകുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മളെ അസുഖങ്ങൾ, ശരീരത്തിൻ്റെ അസുഖങ്ങളും അതുപോലെ നമ്മളെ ബോഡി ശരീരത്തിന് സ്ട്രെങ്ത് കൊണ്ടുവരിക, നമ്മളെ പല പല അസുഖങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിവുണ്ടായി, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അറിവുണ്ടായി. എന്നിട്ടും ഈ ഒരു കാലത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ ഈ ഒരു ചേച്ചിയുടെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇന്നത്തെ കാലത്തും ഇങ്ങനെയും ആൾക്കാരുണ്ടോയെന്ന്. എന്തായാലും ഒട്ടും വൈകാതെ തന്നെ ചേച്ചി പറയുന്നത് കേട്ടിട്ട് അപ്പോൾ ഉള്ള മറുപടി ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഇതിനൊന്ന് റിയാക്ട് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത് ഈ യൂട്യൂബ് ചാനലും തുറന്നു വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ചേച്ചി പറയുന്ന ഒന്നേയും നമുക്ക് കേട്ടിട്ട് ചേച്ചിക്കുള്ള മറുപടി കൊടുക്കാം. മാറ്റി നിർത്താൻ ഈ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കൂട്ടരുണ്ട്, ജിമ്മന്മാര്. അത്ര വെട്ടിയില്ലാതെ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കൂട്ടരാണ് ജിമ്മന്മാർ. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചാടി വീണങ്ങ് എല്ലാം കൂടെ എല്ലാം വാരി വലിച്ചങ്ങ് തിന്ന് അകത്തോട്ടാക്കുമെന്നാണ് ഈ ചേച്ചി പറയുന്നത്. ഏതെങ്കിലും ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഏതെങ്കിലും ഫുഡ് കണ്ടാൽ ആക്രാന്തം കാണിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇത്രയും ഡിസിപ്ലിനായിട്ട് ഫുഡ് കഴിക്കുന്നതും ഡിസിപ്ലിനായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യുന്നതും ഓരോ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതും ജിമ്മിൽ പോകുന്ന ആൾക്കാർ മാത്രമാണ്. അല്ലാതെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ
അവിടെ ഇവിടെയും കിടക്കുന്നതെല്ലാം വാരി വലിച്ച് തിന്നത്, കണ്ടതും ചപ്പും ചവറും കണ്ട പട്ടി തീട്ടവും എല്ലാം വാരി വലിച്ച് തിന്നുന്ന പോലെ ജിമ്മിൽ പോയി ശരീരം അവരവരെ ഹെൽത്ത് നോക്കുന്ന ഒരാളും അങ്ങനെ തിന്നത്തില്ല. ഈ പറയുന്നതിലുള്ള അമിതമായിട്ടുള്ള എരിവ്, പഞ്ചസാര, ഉപ്പ്, അതുപോലെ ഓയിലി ഫുഡ്, അവിടെ ഇവിടെയും കിടക്കുന്ന ചപ്പും ചവറും ഇതൊന്നും വാരി വലിച്ച് അങ്ങനെ തിന്നുന്നവരല്ല ജിമ്മന്മാർ. ചില ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ചാടി വീണങ്ങെല്ലാം വലിച്ചു വാരി തിന്നുന്നു. ഒരിക്കലുമല്ല, നിങ്ങളെ പോലെ അല്ല ഫുഡ് കഴിക്കുന്നത്. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ച് കറക്റ്റ് ടൈമിൽ ഉറങ്ങി കറക്റ്റ് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടുന്ന ന്യൂട്രിയൻസും കാര്യങ്ങളും ബോഡിക്ക് കൊടുത്തിട്ട് മാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്ത് അവർ ജിമ്മിൽ ചെന്ന് കഷ്ടപ്പെട്ട് അവരെ ബോഡി സെറ്റാക്കുന്നതും അവരെ ഈ പറഞ്ഞിട്ടുള്ള ഗോൾസ് എന്താണോ ആ ഗോൾസ് സെറ്റാക്കുന്നതും. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അവിടെ ഇവിടെയും കിടക്കുന്ന ചപ്പും ചവറും വാരി വലിച്ച് തിന്നുന്നവരല്ല ജിമ്മന്മാർ, ജിമ്മിൽ പോകുന്ന ആൾക്കാരും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ പൊന്ന് ചേച്ചി, ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് അവർക്ക് ഉറപ്പായിട്ടും വേണം. ജിമ്മിൽ ചെന്ന് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരെ എനർജി എല്ലാം അത്രയും കത്തിച്ച് കളഞ്ഞ് അവർ നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു ശരീരത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യമുള്ളൊരു ശരീരം അവർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും മുട്ടയും അതുപോലെ അങ്ങനെയുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ 25 മുട്ട, 25 അത് മുട്ടയുടെ വെള്ള എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ജിമ്മിൽ പോകുന്ന എല്ലാവരും അങ്ങനെ 25 മുട്ടയുടെ വെള്ള കഴിക്കുന്നില്ല. ഇപ്പം ഈ ബോഡി ബിൽഡിങ്ങിലോട്ട് പോകുന്ന ആൾക്കാർ മാത്രമാണ് മുട്ടയുടെ 5 മുട്ട ആയിക്കോട്ടെ, 10 മുട്ട ആയിക്കോട്ടെ, 20 മുട്ട ആയിക്കോട്ടെ, പോട്ട് ചേച്ചി പറഞ്ഞ പോലെ 25 മുട്ടയുടെ വെള്ള ഡെയിലി എടുക്കുന്നത്. ഈ എല്ലാവരും ബോഡി ബിൽഡിങ്ങിന് മാത്രമല്ല ജിമ്മിൽ പോകുന്നത്. വെയിറ്റ് ഗെയിനിങ്ങിന് പോകുന്നവരുണ്ട്, വെയിറ്റ് ലോസിന് പോകുന്നവരുണ്ട്, അതുപോലെ കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാർ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരേ കണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തരുത്. പലരും പല ഗോൾസുമായിട്ടാണ് ജിമ്മിൽ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ വളിച്ച ഒരു കോമഡി ആയിട്ട് നിങ്ങൾ ഈ വിവരക്കേട് വന്ന് വിളിച്ചു പറയുന്നത്. പ്രോട്ടീൻ പൗഡർ കൊണ്ട് കിണ്ടിയ ഉപ്പുമാവാന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ അകത്ത് കിണ്ടി വെച്ചേക്കുന്ന ഉപ്പുമാവാന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം നിങ്ങളെ വിവരം, നിങ്ങളെ വിവരവും വിദ്യാഭ്യാസവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രോട്ടീൻ പൗഡർ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ജിമ്മിൽ പോയി ഹാർഡ് വർക്ക് ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ തികയത്തില്ലെങ്കിൽ അത് സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ എടുക്കുന്ന സെയിം ഫുഡിൽ നിന്ന് എന്താണോ കിട്ടുന്നത് ആ സാധനം തന്നെയാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ പ്രോട്ടീൻ പൗഡർ എന്ന രൂപത്തിൽ മേടിച്ച് നമ്മളെ ബോഡിക്ക് കൊടുക്കുന്നത്. ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻ, അയാളെ വർക്കൗട്ടിനനുസരിച്ചുള്ള പ്രോട്ടീൻ ബോഡിക്ക് കൊടുത്തിരിക്കണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ കാലത്ത് ജനിക്കേണ്ട ആളല്ലായിരുന്നു, നിങ്ങളൊരു 100 വർഷം മുമ്പ് ജനിക്കേണ്ട ഒരാളായിരുന്നു. അങ്ങനെ ഈ ജനറേഷനിൽ ജനിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ മണ്ടത്തരം വന്ന് നിങ്ങൾ വിളിച്ചു പറയത്തില്ലായിരുന്നു. ഓക്കെ, ഇതെല്ലാം കൂടെ പിസ്ത, അണ്ടിപ്പരിപ്പ്, പ്രോട്ടീൻ ഇതൊക്കെ തിന്ന് കയറ്റിയിട്ട് ഹൈഡ്രജൻ വീർപ്പിച്ച ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് വരുന്നത്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വീർപ്പിച്ച ബലൂൺ പോലെ പെരിയ കയറുമെന്ന് ചേച്ചിയോട് ആരാണ് പറഞ്ഞത്? ചേച്ചിയോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചേച്ചി ഇവിടെ വന്നിരുന്ന് പറയുന്നത്? ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഊതി വീർപ്പിച്ച പോലെ ആവുമെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞത്? ഇതൊക്കെ നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ പ്രോട്ടീൻ ഞാൻ പറഞ്ഞല്ലോ, ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പ്രോട്ടീൻ നമുക്ക് വേണം. മസിൽ റിക്കവർ ആവാൻ വേണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഇനി വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്ന ഇവിടെ വന്നിരുന്ന് ന്യായം വിടുന്ന ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി വീട്ടു ജോലി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചേച്ചിക്കും പ്രോട്ടീൻ വേണം. ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ചെന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചേച്ചിയുടെ ഈ മസിലൊക്കെ റിക്കവറായി വരുന്നതും ഇപ്പം അവിടെ വന്നിരുന്ന് ഇങ്ങനെ ന്യായം അടിക്കാനുള്ള ആരോഗ്യവും അല്ലെങ്കിൽ എനർജിയും തരുന്നതും പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ അടിച്ചു കഴിഞ്ഞാൽ ഊതി വീർപ്പിച്ച പോലെ ആവും എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഊതി വീർപ്പിച്ച പോലെ ആവത്തില്ല. നമ്മളെ ശരീരത്തിന് ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഈ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളായിക്കോട്ടെ, എല്ലാവർക്കും പ്രോട്ടീൻ ആവശ്യമാണ്. എല്ലാവർക്കും ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ വേണം. അല്ലാതെ നിങ്ങളെപ്പോലെ വീട്ടിൽ കയറി ഇരുന്നിട്ട് സീരിയലും 4, 3, 7 ഇപ്പം
ഏഴ് സമയവും സീരിയലും കണ്ടിരിക്കുന്ന മൂട്ടിൽ കുരുവും പിടിച്ചിരിക്കുന്ന നിങ്ങൾക്കും വേണം പ്രോട്ടീൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വന്ന് കുറ്റം പറയാട്ടോ ടി വിയുടെ മുമ്പിൽ ഇരുന്നിട്ട്. വെടിക്കെട്ട് ചേട്ടാ വെടിക്കെട്ട് ചേട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട്. വെടിക്കെട്ട് ചേട്ടൻ ഹസ്ബൻഡ് ആയിരിക്കും ചേച്ചിയുടെ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹസ്ബൻഡ് ജിമ്മിൽ പോകാത്ത ഒരാളായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള ഫിറ്റ്നസ്സും അല്ലെങ്കിൽ ഇതൊന്നും നോക്കാത്ത ഒരാളായിരിക്കും. അതിൻ്റെ അസൂയയും കൂടെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ജിമ്മിൽ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു അസൂയ ഉണ്ടല്ലോ, പോവാത്ത ആൾക്കാർക്ക് ഒരു അസൂയ വരുമല്ലോ. സത്യം പറഞ്ഞ എതിരെ ഒരു പട്ടി വന്ന ഇവന്മാർക്ക് കുനിഞ്ഞൊരു കല്ലെടുത്തെറിയാൻ പറ്റും. ചേച്ചി കണ്ടതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. എതിരെ ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ കുനിഞ്ഞൊരു കല്ലെടുത്ത് എറിയാൻ പറ്റുമെന്ന് ചേച്ചി കണ്ടെന്ന് തോന്നുന്നു. ഒരു ജിമ്മം പോകുന്ന നേരത്ത് പട്ടി എതിരെ വരാൻ നേരത്ത് കല്ലെടുത്തെറിയാൻ പോയപ്പോഴത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ടതുപോലാണ് ചേച്ചി സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്ത് വെച്ച ഒരാൾക്ക് കുനിയാനും പറ്റും, നിവരാനും പറ്റും, ഓടാനും പറ്റും. ഈ പറയുന്ന ചേച്ചി ഒരു കല്ലെടുത്തൊന്ന് എറിഞ്ഞ് കാണിക്കുക. ഒരു കാറ്റ് വന്നാൽ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ പറന്നു പോകുന്ന ചേച്ചിയാണോ ഈ വന്നിരുന്നിട്ട് ന്യായം വിടുന്നത്? ഒരു കല്ലെടുക്കാനുള്ള ബലം നിങ്ങൾക്കുണ്ടോ? ഒരു കല്ലെടുത്തൊരു എതിരെ ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ ഒരു കല്ലെടുക്കാനുള്ള ഒരു ബലം ചേച്ചിക്ക് ഉണ്ടോ? ഊതിയ പറന്നു വന്ന ചേച്ചിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ന്യായം പറയുന്നത്. അത് കേട്ട് ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ചിരിക്കുന്നവന്മാർ വരെ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്നവന്മാരാ. നാണമില്ലല്ലോ ഈ വളിച്ച തമാശ കേട്ട് ചിരിക്കാൻ. ഭയങ്കര കണ്ടുകൊടുത്തു പോയി കേട്ടോ. കണ്ടുകൊടുത്തുപോയി. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നരമ്പിൾ വിസിബിളായി കാണത്തില്ല. അത് കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ബോഡി ബിൽഡിങ് സമയത്ത്, കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് അവർ ബോഡിക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സും മെഡിസിനും ഇതൊക്കെ വെച്ചിട്ട് ബോഡി കട്ട് ചെയ്യുന്ന സമയത്താണ് അവരെ വൈൻസ് ഒക്കെ വിസിബിളായി പോപ്പായിട്ട് നിൽക്കുന്നത്. അത് അവരെ കോമ്പറ്റീഷൻ കഴിയുമ്പം ബോഡിയിൽ വീണ്ടും ആ ഫുഡൊക്കെ നോർമലായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഫാറ്റ് കയറി കഴിയുമ്പോൾ വീണ്ടും അതങ്ങ് ഇതായി പോകും. അല്ലാതെ ജിമ്മിൽ പോകുന്ന എല്ലാ ആൾക്കാരെയും ഞരമ്പ് ഇങ്ങനെ എപ്പോഴും വിസിബിളായിട്ട് നടക്കുമല്ലോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തതുകൊണ്ടാണ് ചേച്ചി ഇവിടെ വന്നിരുന്നിട്ട് ചുമ്മാ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ലെങ്കിൽ വന്ന് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇതുപോലുള്ള കോമഡിയാന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളൊന്നും വിളമ്പാതിരിക്കും ചേച്ചി. ആൾക്കാർ എയറിൽ കയറ്റും നിങ്ങളെ. എനിക്ക് തോന്നുന്നു ആ വീഡിയോ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ചിലപ്പം കമൻറ്റുകളൊക്കെ ഇട്ട് കാണും കേട്ടോ. ലക്ഷക്കണക്കിന് ആൾക്കാർ എന്തായാലും കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇവർ ഏറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ജിംനേഷ്യം നിങ്ങളെ ഫിറ്റ്നസ് സെൻറ്റർ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തോ പോകുന്ന വഴിക്കോ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ ഒന്ന് കയറി നിന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഡെയിലി ഈ കുറ്റം പറയുന്നത് നിങ്ങൾ ഒരു 10 ദിവസം രാവിലെ എണീച്ചൊന്ന് നടന്നു നോക്ക്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. ഏതൊരു കാര്യത്തിനായാലും അത് ചെയ്യുമ്പം അതിൻ്റെ കഷ്ടപ്പാടും അതിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അപ്പോഴേ മനസ്സിലാവും. നിങ്ങൾക്കറിയോ ഇതിൻ്റെ വേദനയും പെയിനും ബുദ്ധിമുട്ടും ഇതിനകത്ത് കൊടുക്കുന്ന എഫോർട്ടും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ വളിച്ച തമാശ പോലെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഇനി എന്തായാലും ഇത്രയും പറയുള്ളൂ. എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഓക്കെ, ബൈ.